ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? വെഡ്ഡിംഗ് മൈസ് ടൂറിസം ഹബ്ബാവാൻ കേരളം. സ്വർണവില ഇടിവിലേക്ക്. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാണാം ബിസ് നെക്സ്റ്റ്. കോവിഡിന് ശേഷം ലോകമാകെ കണ്ടുവന്നിരുന്ന ഒരു പുതിയ ട്രെൻഡായിരുന്നു മൈസ് ടൂറിസവും വെഡ്ഡിംഗ് ടൂറിസവും. കേരളം ഇതിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ട്രെൻഡിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് കേരള ടൂറിസവും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ വെഡ്ഡിംഗ് മൈസ് ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയുമാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. വിവാഹം എന്നാൽ ഓരോ വ്യക്തിയുടെയും സ്വപ്നമാണ്. അത് അതിമനോഹരമാക്കുക എന്നാണ് ഓരോരുത്തരുടെ ലക്ഷ്യം. പണ്ടൊക്കെ ഓഡിറ്റോറിയങ്ങളിലും മറ്റുമായിരുന്നു വിവാഹങ്ങൾ കൂടുതൽ നടന്നിരുന്നത്. പക്ഷേ ഇന്നത് കാലം മാറി. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണ്. ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള ചോദ്യം കുറേ നാളുകളായി ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താം. അതിനെ നമുക്കൊന്ന് നോക്കാം. KTDCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, എല്ലാത്തരം ഡെസ്റ്റിനേഷൻസിലും ഉണ്ട്. അതായത് ബീച്ച് ആവട്ടെ, സിറ്റി ഹോട്ടൽസ് ആവും, ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആവും, എല്ലാത്തരം ഇഷ്ടങ്ങളുള്ളവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടി KTDCക്ക് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പം നമ്മൾ വീടുകളിൽ പണ്ട് നടന്ന വെഡ്ഡിങ്ങുകൾ ഇപ്പോൾ ഡെസ്റ്റിനേഷനുകളിലേക്ക് മാറുകയാണല്ലേ. അപ്പോൾ നമ്മൾ മലയാളികളുടെ ആണെങ്കിലും ആഗ്രഹങ്ങൾ ഇപ്പോൾ കൂടി വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഒതുങ്ങിയിരുന്ന വെഡ്ഡിങ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് ബാക്ക് വാട്ടറിൽ വെഡ്ഡിങ് നടത്തണമെങ്കിൽ KTDCയുടെ ബാക്ക് വാട്ടർ പ്രോപ്പർട്ടികളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടെ കുമരകം ഗേറ്റ് വേ ഉണ്ട്. അതുപോലെ വാട്ടർ സ്കേപ്സ് കഴിഞ്ഞ വർഷം ഷെർപ്പ മീറ്റിംഗ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരുപാട് വെഡ്ഡിങ്സ് നടക്കുന്നുണ്ട്. ഇപ്പം ബൊൾഗാട്ടി പാലസ്, ഒരുപാട് ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ അത്രയും ബൊൾഗാട്ടി എന്ന് പറഞ്ഞാൽ വളരെ ആംബിയൻസ് ആണ്. നമ്മൾ ഈവനിങ്ങിൽ ബൊൾഗാട്ടി എന്ന് പറഞ്ഞാൽ അതിസുന്ദരമാണ് ബൊൾഗാട്ടി. അവിടെ ഒരു ചെറിയ നമ്മുടെ ബർത്ത്ഡേ തൊട്ടിട്ട് വളരെ വലിയ ഈവെന്റുകൾ വരെ അവിടെ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാടെണ്ണവും മലയാളികൾ നടത്തുന്നതാണ്. വിവാഹം, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, മീറ്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതൊരുവിധ സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷനുകളിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ അവരുടെ ബജറ്റിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. மெயின் பிராண்ட் இஸ் பாப்பீஸ் குரூப் ஆஃப் ஹோட்டல். அதில் ரெசார்ட்டோட பேர் வந்து பார்த்தீங்கன்னா நீங்கள் சொன்ன டஸ்கர் ஹில்ஸ், அணைக்கட்டி. ஸோ இட்ஸ் லொக்கேட்டட் இன் கேரளா, ஷோலையூரில் இருக்குது. ஈஸி ஆக்சசபிள் வந்து பார்த்தீங்கன்னா கேரளா பீப்புளும் வரலாம், தமிழ்நாடு பீப்புளும் வரலாம். இட்ஸ் வந்து பார்த்தீங்கன்னா நடுவில் தான் இருக்குது. கார்ப்பரேட் ஈவெண்ட்ஸ் பண்ணலாம், சோஷியல் ஈவெண்ட்ஸ் பண்ணலாம், அது போக வந்து ஃபேமிலிஸ் வரலாம், கெட் டுகெதர் பண்ணலாம். ஓப்பன் லான் இருக்குது நம்மக்கிட்ட. நீங்கள் இன்கேஸ் ஏதாவது ஃப்யூச்சரில் வந்து ஏதாவது பெரிய கார்ப்பரேட் ஈவெண்ட்ஸ் பிளான் பண்ணுறீங்க, இல்லை வந்து வெட்டிங்ஸ் பிளான் பண்ணுறீங்கன்னா அதுக்கு வந்து பார்த்தீங்கன்னா டஸ்கர் ஹில் வந்து பார்த்தீங்கன்னா it will be a right choice. നമ്മളിവിടെ ഷോക്കേസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ലീല റാവിസ് കോളം, ലീല റാവിസ് അഷ്ടമുടി, റാവിസ് കടവ്, റാവിസ് കാലിക്കറ്റ്. അപ്പം നമുക്ക് നോർത്ത് കേരളയിലും സൗത്ത് കേരളയിലും നമുക്ക് 4 ഹോട്ടൽസ് റിസോർട്ട്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസിനെയും ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതോടുകൂടിയാണ് നമ്മൾ ഈ ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി വെഡിങ് ആൻഡ് മൈസ് എന്ന് പറയുന്ന കോൺക്ലേവിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഇതായിട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പലയുള്ള സെഗ്മെൻറ്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ഒരു വളരെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റും അല്ലെങ്കിൽ ഒരു വെഡിങ്സ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റും. കടൽ തീരത്ത് വെച്ചുള്ള കല്യാണത്തെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഉൾക്കടലിൽ വെച്ചൊരു കല്യാണം നടത്തിയാലോ, അതെങ്ങനെയുണ്ടാവും? അത് പ്രായോഗികമാണ്. എന്നാൽ അങ്ങനെയും ഉണ്ട്. നമ്മൾ ഈ മൈസ് ഇവൻറ്റിൽ നമ്മൾ വെഡ്ഡിങ് ഇൻ വെസൽ എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മുടെ ക്രൂസ് ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞ വെസലിനെ കോൺഫറൻസുകളും കല്യാണങ്ങളും നടത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ഇറക്കിയത്.
ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾക്ക് ലോഞ്ച് ബാർ കിട്ടി. അതായത് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ വെസലിലായിരിക്കും ഒരു ബാർ കിട്ടുന്നത്. അപ്പം നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ ചെണ്ടമേളത്തോടുകൂടിയും എങ്ങനെ വേണമെങ്കിലും ആൾക്കാരെ ആകർഷിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്കുണ്ട്. ഓരോ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളും, വസ്ത്രങ്ങൾ, ആഭരണങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ആ വേദിയിൽ എത്തിച്ചേരാൻ നാം തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. പഴയ വാഹനങ്ങളാണ് കൂടുതലും ഇപ്പോൾ പ്രിയമായി വരുന്നത്. നമ്മുടെ ഒരു വിദേശ രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള ആൾക്കാർക്ക് ഇവിടെ നമുക്ക് അവരുടെ കല്യാണങ്ങൾ ഇവിടെ നടത്തുക. അപ്പം അതിനുള്ള സ്റ്റേജ്, പന്തൽ, വാഹനം, അതുപോലെ റൂംസുകൾ, ഹോട്ടലിലുള്ള റൂംസ്, ഇതെല്ലാം ഇവിടെ ഇന്ന് ബുക്ക് ചെയ്യാനും ഉള്ള സംവിധാനങ്ങളാണ് നമ്മൾ അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിവാഹമാണെങ്കിൽ തന്നെ അത് വ്യത്യസ്തമായി എങ്ങനെ നടത്താം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് അറിയാം. കടലിനടിയിലൊക്കെ വിവാഹം നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്ന നല്ല വാഹനങ്ങൾക്ക് ആ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുക. അതിനുള്ള ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വേണ്ടി ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കോഹിനൂർ എന്ന് പറയുന്ന ഒരു ഗ്യാരേജാണ് ചങ്ങനാശ്ശേരി ഉള്ളത്. അവരുടെ വാഹനമാണ് ഇവിടെ. അവർക്ക് ഇമ്പാലയുണ്ട്, ബെൻസുണ്ട്, അതുപോലെ അത്തരം പഴയ വാഹനങ്ങളുണ്ട്. ഒരു 15,000 മുതൽ റെൻറ്റിൽ അവരുടെ നമുക്ക് റെൻ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാം ഓരോരുത്തരും ഓരോ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ സമ്മാനങ്ങൾക്ക് ഇപ്പോൾ വ്യത്യസ്തത ഒരുക്കുകയാണ്. ഇപ്പോൾ എനിക്കും കിട്ടിയിരിക്കുകയാണ് ഇങ്ങനൊരു ദാസപ്പൻകുട്ടി. ഈ ദാസപ്പൻകുട്ടിയുടെ വിശേഷങ്ങളൂടെ നമുക്കറിയാം. ആക്ച്വലി ഈ പെർട്ടിക്കുലർ നമുക്ക് ആക്ച്വലി ഗസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ പേഴ്സണൽ ഗസ്റ്റ് ആയാലും കമ്പനീസ് ഗസ്റ്റ് ആയാലും ഒക്കെ അവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുക്കാനുണ്ട് ഒരു സാധനം, ഒരു നല്ലൊരു ഗിഫ്റ്റബിൾ രീതിയിൽ അതില്ല ഇവിടെ. അപ്പം അത് കൺസ്യൂമർ ലെവലിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുന്നുണ്ട്. വി ആർ ഓൾസോ ഡീലിംഗ് വിത്ത് ഇവൻറ്റ് കമ്പനീസ്, ഏജൻസീസ്, ടൂർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ. അപ്പോൾ കോർപ്പറേറ്റ്സിന് ചെയ്യുന്നുണ്ട്, വെഡിങ്സിന് ചെയ്യുന്നുണ്ട്. ദിസ് ഓൾസോ ഇസ് ഫോർ ഇൻഡിവിജ്വൽസിന് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. നമുക്ക് കമ്പനിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരുടെ ബ്രാൻഡിങ് ഒക്കെ വെച്ച് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. വെഡ്ഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് ചിലത് ബുട്ടീക്ക് വെഡ്ഡിങ്സ് ഉണ്ട്. അതായത് ഒരു 50 പേര്, 100 പേര്, 200 പേര്. അവരുടെ ബഡ്ജറ്റ് ഹൈ ആയിരിക്കും, പക്ഷേ അവർ വളരെ സ്പെസിഫിക് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് വെഡ്ഡിങ് ആണ്, ഇതാണ് ഇമോഷൻ, ഇതാണ് ചെറുക്കൻ, ഇതാണ് പെണ്ണെന്ന് പറയുമ്പം ഫുൾ അതിൻ്റെ റൈറ്റപ്പ് അബില, ഷീസ് എ വെരി ഗുഡ് കോണ്ടന്റ് റൈറ്റർ ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഷീ വിൽ പ്രിപ്പയർ ഓൾ ദ കോണ്ടന്റ് ഫോർ ദാറ്റ്. അതിട്ട് പ്രൊഡക്ഷൻ നമ്മൾ ക്യൂറേഷൻ ചെയ്ത് പ്രൊഡക്ഷൻ റെഡിയാക്കി അവർക്ക് ഡെലിവറി ചെയ്യാം. ഇത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ദാസപ്പൻകുട്ടി. ദാസപ്പൻകുട്ടിയാണ്. പുള്ളി ഒരു വാണ്ടർ ലസ്റ്റിംഗ് മങ്കിയാണ്. പുള്ളിക്ക് ഭയങ്കര ambitious ആണ്. പുള്ളിക്ക് ലോകം മൊത്തം കറങ്ങണം. എന്നിട്ട് അമേരിക്ക വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യണം. സോ that brings me to the next point actually. By this conclave ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ത്രൂ മീറ്റിംഗ്സ് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ബിസിനസ് ടൂറിസം ഡെവലപ്പ് ആവുന്നത് വഴി തന്നെ നമ്മുടെ ഓവറോൾ ടൂറിസത്തിനുള്ള ഒരു ഗ്രോത്തും അതുവഴി നമ്മുടെ എക്കണോമിക് ആയാലും പീപ്പിളിനായാലും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മൈസ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, അതെല്ലാം അതിമനോഹരവുമാകട്ടെ. അതോടൊപ്പം നമ്മുടെ ടൂറിസവും വളരട്ടെ. മൈഫിൻ TV കൊച്ചി. വിവാഹ സീസണും ഓണവും ഒക്കെ പടിവാതിക്കലിൽ എത്തിയതോടെ ആഭരണ പ്രേമികൾക്ക് ആശ്വാസവുമായി സ്വർണ്ണവില ഇടിയുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ കുറവുണ്ടായത്. സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 9,280 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 74,240 രൂപയുമായി. ഈ മാസം രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. ഓഗസ്റ്റ് 1 രേഖപ്പെടുത്തിയ 73,200 രൂപയായിരുന്നു ഇതിനു മുമ്പുള്ള കുറഞ്ഞ വില.
അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $3,329.85 വരെ താഴ്ന്ന ശേഷം $3,335.61 വ്യാപാരം അവസാനിപ്പിച്ചത്. അതാണ് കേരളത്തിലെ വിലയിലും പ്രതിഫലിച്ചത്. US-ൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷകളുമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ കുറവുണ്ടാക്കിയത്. US-ചൈന വ്യാപാര ഉടമ്പടിയുടെ വിപുലീകരണവും വരാനിരിക്കുന്ന US-ഇന്ത്യ വ്യാപാര സംഭവ വികാസങ്ങളും സ്വർണ്ണവിലയിലെ നിർണായക ഘടകങ്ങളാണ്. അലാസ്കയിൽ ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി നടക്കുന്ന ചർച്ചകൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. 3 ഘട്ട ചർച്ചകളാണ് നടക്കുന്നത്. ചർച്ച സമാധാനത്തിനു വഴി തുറന്നാൽ സ്വർണ്ണവില ഇടിയും. ചർച്ച പൊളിഞ്ഞാൽ സ്വർണ്ണവില കുത്തനെ കൂടുകയും ചെയ്യും. US-ൽ ചില്ലറ പണപ്പെരുപ്പം പ്രതീക്ഷിച്ച നിലവാരത്തിലായിരുന്നെങ്കിലും മൊത്തവില പണപ്പെരുപ്പം ഉയർന്നിട്ടുണ്ട്. ഇത് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്നുമുണ്ട്. US-ൽ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞത് സ്വർണ്ണവില കൂടാനുള്ള വഴി തുറക്കും. 1% ബമ്പർ ഇളവ് പലിശ നിരക്കിൽ വരുത്തണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കാര്യമായ ഇളവ് തന്നെ വേണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ആവശ്യപ്പെട്ടു. പലിശ നിരക്ക് കുറയുമ്പോൾ ബാങ്ക് നിക്ഷേപം, കടപ്പത്രം, ഡോളർ എന്നിവ അനാകർഷകമാകും. സ്വർണ്ണവില കൂടും. കാർഷിക വിപണിയിൽ അടുത്ത വാരം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം ഏറ്റവും ഉയരുന്ന ദിനങ്ങൾ മുന്നിൽ കണ്ട് വ്യവസായികൾ ഷീറ്റ് സംഭരണം ശക്തമാക്കാനുള്ള ഒരുക്കത്തിൽ. നിക്ഷേപകർ രാജ്യാന്തര അവധി വ്യാപാര രംഗത്ത് നിർണായക നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ഉത്സവകാല ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് സംഭരണം ഉത്തരേന്ത്യക്കാർ ഊർജിതമാക്കി. വില തകർച്ചയ്ക്ക് ശേഷം നാളികേര ഉൽപ്പന്നങ്ങൾ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. അനുകൂല കാലാവസ്ഥയിൽ ഏലം ഉൽപാദനവും ഉയർന്നു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം ഏറ്റവും ഉയർന്ന ദിനങ്ങൾ മുന്നിൽ കണ്ട് വ്യവസായികൾ ഷീറ്റ് സംഭരണം ശക്തമാക്കാനുള്ള ഒരുക്കത്തിൽ. നിക്ഷേപകർ രാജ്യാന്തര അവധി വ്യാപാര രംഗത്ത് നിർണായക നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നു. ഉത്സവകാല ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് സംഭരണം ഉത്തരേന്ത്യക്കാർ ഊർജിതമാക്കി. വില തകർച്ചയ്ക്ക് ശേഷം നാളികേര ഉൽപ്പന്നങ്ങൾ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നു. അനുകൂല കാലാവസ്ഥയിൽ ഏലം ഉൽപാദനം ഉയർന്നു. തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ അടക്കമുള്ള മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ മുന്നിലുള്ള 1-2 മാസ കാലയളവിൽ ഉൽപാദനം ഏറ്റവും ഉയരുന്ന സന്ദർഭമാണ്. ലോകവിപണിയിൽ റബ്ബർ ഷീറ്റ്, ലാറ്റക്സ് ലഭ്യത പതിവിലും ഉയരുന്നത് അവസരമാക്കി വ്യവസായികൾ കൂടുതൽ കച്ചവടങ്ങൾക്ക് ഉത്സാഹിക്കും. ടയർ മേഖലയിൽ നിന്നും വൻ ഓർഡറുകൾക്ക് അവസരമൊരുങ്ങുമെന്ന കണക്കുകൂട്ടലിൽ കാർഷിക മേഖല ടാപ്പിംഗ് ദിനങ്ങൾ പരമാവധി ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഉൽപാദക കയറ്റുമതി രാജ്യങ്ങൾ. അമേരിക്കൻ തീരുവ വിഷയം നിലനിൽക്കുന്നതിനാൽ ആഗോളതലത്തിൽ റബ്ബറിന് വ്യവസായമായി ഡിമാൻഡ് ഉയരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനിടയിൽ രാജ്യാന്തര വിപണി ഏത് ദിശയിൽ സഞ്ചരിക്കുമെന്ന വ്യക്തതയ്ക്കായി നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും വരും ദിനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടാവും വിപണിയുടെ ഗതി നിയന്ത്രിക്കുക. ജപ്പാൻ എക്സ്ചേഞ്ചിൽ ഡെയിലി ചാർട്ടിൽ റബ്ബർ ബുള്ളിഷായി നീങ്ങുന്നതിനാൽ അവസരം നേട്ടമാക്കാൻ നിക്ഷേപകർ ശ്രമം നടത്തും. ഇതിനിടയിൽ വ്യവസായികളും ഊഹക്കച്ചവടക്കാരും റബ്ബറിനെ ഉഴുതുമറിക്കാൻ അണിയറ നീക്കത്തിലാണ്. ഒക്ടോബർ അവധി 325 യെന്നിലാണ് വാരാന്ത്യം. 336, 347 യെന്നിലെ പ്രതിരോധത്തിലേക്ക് ഉയരാൻ വിപണി ശ്രമം നടത്താം. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 202 രൂപയിൽ നിന്നും 199 വാരാവസാനം തളർന്നു. 200-ലെ നിർണായക താങ്ങ് നഷ്ടപ്പെട്ടത് ദുർബലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതേസമയം മഴ മൂലം ടാപ്പിംഗ് തടസ്സം നേരിട്ടാൽ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങിയില്ലെന്ന് റബ്ബറിന് താങ്ങുപകരും. ദീപാവലി വരെയുള്ള കാലയളവിലെ ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ കുരുമുളക് സംഭരിക്കുന്ന തിരക്കിലാണ്. വൻകിട സ്റ്റോക്കിസ്റ്റുകളുടെ ഗോഡൌണിൽ കരുതൽ ശേഖരം ചുരുങ്ങിയതിനാൽ നിരക്ക് ഏതവസരത്തിലും കുതിച്ചു കയറാൻ സാധ്യത. കേരളത്തിൽ വിളവ് ചുരുങ്ങുന്നതിനാൽ ജനുവരി മുതൽ ഇതുവരെ കൊച്ചി മാർക്കറ്റിൽ നാടൻ ചരക്ക് വരവ് ശക്തമായിരുന്നില്ല. വിളവ് ചുരുങ്ങുന്നതിനാൽ ഉൽപാദകരുടെ കൈവശം കാര്യമായി മുളകില്ലാത്ത സാഹചര്യമാണ്. നിലവിൽ കിലോ 657 രൂപയിൽ നീങ്ങുന്ന അൺഗാർബിൾഡ് 700-നെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിപണി ചൂടുപിടിക്കുന്നത് മനസ്സിലാക്കി വ്യവസായികൾ ഇറക്കുമതിക്കും നീക്കം നടത്തുന്നുണ്ട്. നടപ്പുവർഷം ആദ്യ പകുതിയിൽ കുരുമുളക് കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തിയെന്ന് വിയറ്റ്നാം. മുൻ വർഷത്തെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമാണ് കൂടുതൽ കുരുമുളക് വിയറ്റ്നാമിൽ നിന്നും ഇറക്കുമതി നടത്തിയതിനാൽ അവിടെയും സ്റ്റോക്ക് ചുരുങ്ങി. ഉൽപാദനക്കുറവ് കണക്കിലെടുത്താൽ ജനുവരി വരെയുള്ള കാലയളവിൽ ഇത് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന സൂചനയാണ് വിയറ്റ്നാമിൽ നിന്നും ലഭ്യമാക്കുന്നത്. ലേലത്തിൽ കൂടുതൽ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന നിഗമനത്തിലാണ് ആഭ്യന്തര വിദേശ വാങ്ങലുകാർ. ലഭ്യത ഉയരുമെന്ന കണക്കാക്കൂട്ടലിൽ ഒരു വിഭാഗം വാങ്ങലുകാർ കരുതലോടെയാണ് വിപണിയെ സമീപിച്ചത്. ചിങ്ങത്തിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് പ്രാദേശിക തലത്തിൽ ഏലത്തിന് അന്വേഷണങ്ങളുമുണ്ട്. അന്തർ സംസ്ഥാന ഇടപാടുകാർ ഏലക്കയിൽ താല്പര്യം കാണിച്ചെങ്കിലും വാരാന്ത്യം ശരാശരി ഇനങ്ങൾ 2500 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്.
ദക്ഷിണേന്ത്യയിലെ കൊപ്ര പൂഴ്ത്തിപ്പുകാരും ഊഹക്കച്ചവടക്കാരും ചരക്ക് വിറ്റുമാറാൻ മത്സരിച്ചു. 6 മാസത്തിലേറെ വിപണിയെ നിയന്ത്രിച്ച അവർ പോയ വാരത്തിൽ തിരിച്ചടി നേരിട്ടു. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർക്ക് കഴിഞ്ഞ വാരം സംഭരണം കുറച്ചത് വിപണിയെ പിടിച്ചുലച്ചു. എന്നാൽ വാരാന്ത്യം കങ്കായത്തെ മില്ലുകാർ കൊപ്ര സംഭരണത്തിന് കാണിച്ച ഉത്സാഹം വിപണിയുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കാം. പുതിയ സാഹചര്യത്തിൽ ചിങ്ങം പുറക്കുന്നതോടെ വെളിച്ചെണ്ണ വിപണി വീണ്ടും ചൂടുപിടിക്കും. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഇന്ത്യൻ വിപണിയിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെക്ക് വാഹന ബ്രാൻഡായ സ്കോഡ ഇന്ത്യ. ഇപ്പോൾ സ്കോഡ കുഷാക്കിന്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വാഹന വിപണിയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കമ്പനി. പനോരമിക് സൺറൂഫ് ഉൾപ്പെടെ പുതിയ സവിശേഷതകളുമായി സമഗ്രമായ മാറ്റങ്ങളോടെയാണ് സ്കോഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് എത്തുന്നത്. 2021 കുഷാക്കിലൂടെ ചെക്ക് വാഹന ബ്രാൻഡായ സ്ക്വാഡ ഓട്ടോ ഇടത്തരം SUV വിഭാഗത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവരുടെ മുഖ്യ എതിരാളികളായ ഹ്യുണ്ടായി ക്രെറ്റയ്ക്കും കിയ സെൽറ്റോസിനും നിരവധി അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം സ്ക്വാഡ കുഷാക്ക് ഇപ്പോഴും ഒരു പ്രധാന അപ്ഗ്രേഡിനായി കാത്തിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന മത്സരം കണക്കിലെടുത്ത് അകത്തും പുറത്തും സമഗ്രമായ മാറ്റങ്ങളോടെ പുതിയ സ്ക്വാഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് അവതരിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചതായതാണ് പുതിയ റിപ്പോർട്ടുകൾ. പുതിയ കുഷാക്കിന്റെ ഔദ്യോഗിക ലോഞ്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും 2025 അവസാനമോ 2026 തുടക്കത്തിലോ SUV അരങ്ങേറ്റം കുറിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, ഹോണ്ട എലിവേറ്റ് എന്നിവയിൽ ഇതിനകം ലഭ്യമായ ലെവൽ 2 ഓട്ടോണോമസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം പുതിയ സ്ക്വാഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റിനും ലഭിക്കും. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, പുതിയ സീറ്റ് അപ്ഹോൾസ്റ്ററി തുടങ്ങിയ സവിശേഷതകളും വാഗ്ദാനം ചെയ്തേക്കാം. അപ്ഡേറ്റ് ചെയ്ത മോഡലിൽ ചെറുതായി പരിഷ്കരിച്ച ഹെഡ് ലാമ്പുകൾ, എയർ ഡാമിനായി കൂടുതൽ ചതുരാകൃതിയുള്ള പാറ്റേൺ, താഴ്ന്ന ഫോഗ് ലാമ്പ് ക്ലസ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. മെക്കാനിക്കലായി പുതിയ സ്ക്വാഡ കുഷാക്കിന്റെ എഞ്ചിൻ മാറ്റമില്ലാതെ തുടരാൻ സാധ്യതയുണ്ട്. വിവോയുടെ T4 സീരീസിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. ഇതിനകം വിവോയുടെ T4 സീരീസിൽ 5 സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രോ മോഡൽ ഇല്ലായിരുന്നു. ആ കുറവ് നികത്താനായി പ്രോ മോഡലായ വിവോ T4 Pro 5G അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവോ. ഇതിന്റെ ടീസറും പുറത്തിറങ്ങി കഴിഞ്ഞു. വിവോ ടി സീരീസിൽ ഏറ്റവും ഒടുവിലെത്തിയത് ജൂലൈ അവസാനത്തോടെ ലോഞ്ച് ചെയ്യപ്പെട്ട വിവോ T4R 5G ആയിരുന്നു. ഇതിന്റെ വിൽപ്പന ആരംഭിച്ച് ദിവസങ്ങൾക്കകമാണ് പുതിയ വിവോ T4 Pro വരുന്ന കാര്യം കമ്പനി ടീസറിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആഹ്ലാദം പകരുന്ന വാർത്തയാണ്. വിവോ T4 Proയുടെ പിൻഗാമിയായാണ് വിവോ T4 Pro 5G എത്തുന്നത്. ഇതിന്റെ ഫീച്ചറുകളെക്കുറിച്ച് കമ്പനി ഔദ്യോഗികമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല. എന്നാൽ സെഗ്മെന്റിൽ ആദ്യമായി 3x പെരിസ്കോപ്പ് സൂം ഫീച്ചർ ഈ പ്രോ മോഡൽ അവതരിപ്പിക്കുമെന്ന് ടീസറിൽ വിവോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള റിയർ ക്യാമറ മൊഡ്യൂളുകളായാണ് വിവോ T4 5G എത്തുന്നത്. ഇതോടൊപ്പം ഒരു ടെലി ലെൻസ് ലേബലും ചിത്രത്തിൽ കാണാം. കൂടാതെ നവീകരിച്ച AI ഫീച്ചറുകളും ഇതിലുണ്ട്. ലോഞ്ച് തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വിവോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ഫ്ലിപ്കാർട്ട് വഴിയും ഈ ഫോൺ വാങ്ങാം. വിവോ T4 Proയുടെ വരവ് അറിയിക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരു പ്രത്യേക മൈക്രോസൈറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. ഉടൻ വരുന്നു എന്ന ടാഗോടെയാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരാനിരിക്കുന്ന വിവോ T4 Pro കഴിഞ്ഞ വർഷത്തെ വിവോ T3 Proയേക്കാൾ മികച്ച ഫീച്ചറുകൾ സഹിതം എത്തുമെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഇതിന് എന്ത് വില നൽകേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. മുൻഗാമിയായ T3 Proയുടെ 8GB പ്ലസ് 128GB വേരിയന്റിന് 24,999 രൂപയായിരുന്നു വില. അതിനാൽ T4 Pro ഇന്ത്യയിൽ 30,000 രൂപയിൽ താഴെ വിലയിലെത്താനാണ് സാധ്യത. വിനോദവാരം. ഓണം കളറാക്കാൻ ഒരുപിടി മലയാള ചിത്രങ്ങൾ. സെപ്റ്റംബർ ആദ്യവാരം തന്നെ ഓണമായതിനാൽ ഈ വർഷത്തെ ഓണം ചിത്രങ്ങൾ ഓഗസ്റ്റിൽ തിയേറ്ററുകളിലെത്തും.
ഓണത്തിന് വമ്പൻ ചിത്രങ്ങളാണ് റിലീസിന് തയ്യാറെടുക്കുന്നത്. പ്രതീക്ഷയോടെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഓണച്ചിത്രങ്ങൾ ഉറ്റുനോക്കുന്നത്. തുടരും എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം കുടുംബ പ്രേക്ഷകർക്കായി ഹൃദയപൂർവ്വമായി മോഹൻലാൽ എത്തുകയാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ ഇതിനകം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. മാളവിക മോഹനാണ് നായിക. ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28-ന് റിലീസ് ചെയ്യും. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നസ്ലിനും പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ടോവിനോയും ദുൽഖർ സൽമാനും ഗസ്റ്റ് റോളിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സിനിമ ഓഗസ്റ്റ് 27-ന് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് നായിക. സെപ്റ്റംബറിലാണ് ചിത്രത്തിന്റെ റിലീസ്. കബഡി പ്രമേയമാകുന്ന സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബാൾട്ടി. ഷെയ്ൻ നിഗമാണ് ചിത്രത്തിലെ നായകൻ. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 29-ന് റിലീസ് ചെയ്യും. ഋതു ഹറൂണും പ്രീതി മുകുന്ദനും കേന്ദ്ര കഥാപാത്രമാകുന്ന റൊമാന്റിക് കോമഡി ചിത്രമാണ് മേനെ പ്യാർ കിയ. ഫൈസൽ ഫസലുദ്ദീനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഓഗസ്റ്റ് 29-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനി പ്രധാന ഈവന്റുകൾ. പതിനേഴാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള ഓഗസ്റ്റ് 22 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുക. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷന്റെ 2ാമത് എഡിഷൻ 2026 ജനുവരി 16 മുതൽ 18 വരെ കൊച്ചിയിൽ നടക്കും. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, മെട്രോ മാർട്ട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ വകുപ്പിന്റെയും MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇതോടെ ബിസിനെക്സ്റ്റ് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കാണാം. ബൈ.